എന്തൊട്ട് കൂട്ടാൻ മാത്രല്ല പപ്പടം കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു പറക്കൊട്ട ചോറിനും ഇത്രയും വളർന്നിട്ടും ആ ശീലത്തിന് ഒരു മാറ്റമില്ല. ചുരക്ക ചൂടാകുമ്പോ തന്നെ കരഞ്ഞ് വെള്ളം ഇറങ്ങിക്കോളും. പച്ചക്കറി കൂട്ടാൻ അവള് പച്ചക്കറി പറയും മതി. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ കുടല് പോലെ ആ സാധനം കിട്ടും. മാങ്ങത്തൊലി എങ്ങനെ കൂട്ടാൻ വെക്കാം? അങ്ങനത്തെ അഹങ്കാരൊന്നുമില്ല, ഇതന്നെ ഇട്ട് വെക്കുള്ളൂ. മനുഷ്യന് പണി കഴിഞ്ഞ നേരില്ല. ഇവിടെ ഇപ്പം ദുരിതാടാൻ പോണേ. ഇവിടെ ഇന്നലെ ഇവിടേക്ക് പോയിപ്പോ മറ്റേ ആനക്കൊമ്പൻ വേണ്ട തൈ കുറച്ചെണ്ണം കിട്ടി, ഒരു 10 എണ്ണം. ഇതിൽ നട്ടോണ്ട് സാധാരണ വേണ്ടി കേട്ടോ 10 എണ്ണം. അപ്പൊ ആനക്കൊമ്പൻ എന്ന് പറഞ്ഞാൽ എനിക്ക് പത്രയ്ക്ക് പോകുന്നതാണല്ലോ, അതും വേണമല്ലോ നമ്മുടെ ഇതില്. ഉണ്ടാവണേ ഉണ്ടാവട്ടെ, നമ്മുടെ അവിടെ ആയിരിക്കും കണ്ടമാനം ഉണ്ടായില്ല. അപ്പൊ അത് നടാനാണ് ഈ സ്ഥലം. ടേസ്റ്റ് ഉണ്ടാവില്ല ആനക്കൊമ്പൻ, പണിയോട് പണി തന്നെയാണ്. ഭയങ്കരമായ മാറ്റങ്ങൾ കൃഷി സ്ഥലത്ത് വന്നുകൊണ്ടിരിക്കുന്നുട്ടാ. നീ இந்த കാലത്ത് അലപ്പോന്ന് നീ എന്തിനാ വന്നേന്ന്? ചേട്ടനല്ലേ പറഞ്ഞ വരാൻ. അയ്യോ അത് പറയാൻ മറന്നു. ഞങ്ങളെ അമ്മേരെ വീഡിയോ കണ്ടു. ഞങ്ങളുടെ വീഡിയോ തന്നെ ടിവിയിൽ കാണാതിരിക്കാറുണ്ട് ചില സമയത്ത്, പഴയ വീഡിയോകളെ. അപ്പം ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ കയറി വരും. അങ്ങനെ വന്ന വീഡിയോ ഇന്നലെ അമ്മയുടെ ഒപ്പം നിന്നിട്ട് മോരും ചേമ്പും വയ്ക്കണ വീഡിയോ. ഇവ എന്താ പറയുക, വൃശ്ചികം ധനുവൃശ്ചികം മാസത്തിലാണല്ലോ ചേമ്പ് പറിക്കുക. ആ സമയത്ത് തന്നെ ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. ആ സമയത്ത് ചെറുചേമ്പുകൊണ്ടേ അമ്മേരൊപ്പം ഇത് ചെയ്തത്. അപ്പം അത് വെക്കണം. അപ്പം അതിന് ചേമ്പ് പറിച്ചു തരാൻ പറഞ്ഞിട്ടാണ് ഇവള് വന്നോണത്. അല്ല, എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ചേമ്പ് വന്നോളോ, അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചക്കിലേക്ക് അത് വെക്കാന്ന്. ചേട്ടനെ അത് കൂട്ടിട്ട് ചോറിനാൻ തോന്നണു എന്ന് പറഞ്ഞു ആ വീഡിയോ കണ്ടപ്പോ. അപ്പൊ ചേമ്പ് പറിച്ചു കൊടുക്കണം. കയ്പക്കായൊക്കെ പൂട്ട് അടിപൊളിയിട്ട് നോക്കിയേ, നല്ല വളർച്ചയാ. അപ്പൊ ഞാൻ എന്താ ചെയ്ത, ഇതിന് നല്ല വളർച്ചയല്ലേ. അപ്പൊ അതിന്റെ കടയ്ക്ക് കുറച്ച് ചാണം കൊണ്ടിടാൻ വേപ്പം പെണ്ണാക്കും ഇതും കൊണ്ടിട്ട് 2 കയ്പക്കായ തൈകള് വാങ്ങിച്ചു കൊണ്ടിട്ട് അതിനൊപ്പം കുടിച്ചിട്ടു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അടുത്ത് പൊങ്ങണം. ഇതിൽ തന്നെ ഇവിടെ ഇപ്പുറത്ത് ഇത് കുരു കുഴിച്ചിട്ടാണ് കേട്ടോ മുളച്ചു. വേറൊരു സംഭവം ചേട്ടൻ്റെ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ പറയട്ടെ ചേട്ടത്? പറഞ്ഞു കൊടുത്തോ. അല്ല, ഇവിടെയൊക്കെ നമ്മളേ ഈ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ചിട്ടാണ് ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടാ? അതൊക്കെ ചേട്ടൻ വലിച്ചു പറിച്ചതേ കളഞ്ഞിട്ട് അവിടെ കിടക്കണു. അതിന് കാരണമുണ്ട്. നീ നോക്കിയപ്പോ ആ സാധനം നോക്കിയ പ്ലാസ്റ്റിക് വെച്ചോട് കൂടിയിട്ട് പുല്ലെന്ന് പറയുന്ന സാധനം ഉണ്ട് അവിടെ നോക്കിയേ. ഇല്ല, പ്ലാസ്റ്റിക്കിന്റെ ഇത് വലിച്ചെടുത്ത് ഇന്നലല്ലേ ഒക്കെ എടുത്തേ. ഇനി പുല്ല് വരേണ്ട സമയമാവണല്ലോ. അയ്യോ എന്തേ ഈ തലയ്ക്ക് കൈയും കൊടുത്ത് നിൽക്കണു? കാര്യം പറയേ. കളച്ചു ചേമ്പിനെ. ഞാൻ ചേമ്പ് പറിച്ചു തരാന്ന് പറഞ്ഞ് നോക്കി. ഇവിടെയാ നോക്കിയേ, ഇവിടെ ഒരു 5-6 അങ്ങനെ പരിയേരി കുഴിച്ചിട്ടുണ്ടായിരുന്നു. നോക്കിയേ ചേമ്പ് നോക്കിയേ, കളച്ച് കിട്ടി ചെറുചേമ്പ്. എവിടെയായിരുന്നു ഓർമ്മയുണ്ടായിരുന്നു? ഓർമ്മയുണ്ടായിരുന്നില്ല. ഈ വഴി ഇങ്ങനെ റോട്ടിലാണ് കൊടുത്തോണത്. അപ്പൊ ഇനി ഇവിടെ കളച്ചോണം. അവിടെ അതന്നെയാണ്. അപ്പൊ അത് പറക്കട്ടെ. ചേമ്പ് അല്ലാണ്ട് അവിടെ ഉണ്ട്, അല്ലാണ്ട് അവിടെ ചെറിയ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമുള്ളത് മതി. അതിലിപ്പോ അധികം ചേമ്പിന്റെ ആവശ്യമൊന്നുമില്ല. വഴി മനസ്സിലായി. കുറെ ചേമ്പ് വേണ ഒരു കൂട്ടാനുള്ളത്. അല്ല, ചെറുചേമ്പ്. ഇതാണ് ചെറുചേമ്പ്. ഇതാണ് അതിന്റെ തള്ളാനെ ഉപയോഗിക്കില്ലേ. തള്ള തല്ലിപ്പൊളിയാ. തള്ളാനേ ഒരു കാര്യമില്ല. പറയരുത്, അങ്ങനെ പറയാൻ പാടില്ല കേട്ടാ. തള്ളയുണ്ടെങ്കിലേ കുട്ടിയുള്ളൂ. അത് പറഞ്ഞിട്ട് അതിന്റെ തള്ള അങ്ങനെ ഉപയോഗിക്കില്ലേ. അത് കുഴിച്ചിടും ഇനി. അതല്ല, ഇതിന്റെ വിത്തുകൾ തന്നെ കുഴിച്ചിടും. അങ്ങനത്തെ പണ്ട് കാലത്ത് നമ്മള് കണ്ടമാനം ഈ ചേമ്പ് കൃഷി ചെയ്യും. പണ്ടേ ചേമ്പ് കണ്ടമാനം ചെയ്യും. ആ ഭാഗത്ത് തന്നെ ഒന്നുകൂടെ ഇളക്കി വെക്കുക. അവിടെ ഉണ്ടെന്നോ. ഇത് ഈ റൂട്ടിലാണ് വെച്ചോടുന്നത്. അല്ല, അവിടെ തന്നെ ഇനി ഉണ്ടാ? ഇവിടെ കിട്ടിയത് ഇല്ല. ഇനി ഇവിടെ ഉണ്ടാവാ. ഇവിടെ അത് പോയി. അതെ, അവിടെ ഇല്ല. ഇത് പറിക്കാം. വേണ്ട പറഞ്ഞോ. ഇവിടെ ഉണ്ടാവോ? ഉണ്ട് തോന്നു. അതെ, കിട്ടിയില്ല. നമുക്കുള്ളതുണ്ട്. ഇതിന്റെ ഒപ്പം 2 കൂർക്കമണി കൂടി ഇടണ. എന്തിന്? അമ്മ അങ്ങനെയൊക്കെ ചെയ്യും. അയ്യോ, കൂർക്കാര മണം വന്നു കഴിഞ്ഞാൽ ടേസ്റ്റ് മാറിപ്പോയില്ലേ? അല്ല, അമ്മ കയ്യിൽ കിട്ടിയതൊക്കെ ആയിരിക്കും ഇടും ചേമ്പ് ചില സമയത്തേ. അമ്മയ്ക്ക് അങ്ങനെയൊന്നുമില്ല. അത് കൂട്ടാൻ തികയണ്ടച്ചിട്ടാവും, അല്ലാണ്ട് അങ്ങനെയൊന്നും ഇല്ല. എനിക്ക് അങ്ങനത്തെ അഹങ്കാരമൊന്നുമില്ല, ഇതന്നെ ഇട്ട് വയ്ക്കുള്ളൂന്ന് പറഞ്ഞ പോലെ. കയ്യിൽ കിട്ടിയതൊക്കെ അമ്മ പറമ്പിന്ന്
എന്തൊരു കിട്ടിയാലും അമ്മക്ക് അമ്മ അത് കൂട്ടാനൊക്കെ നീ എന്ത് ചെയ്യുന്നേ മോന്തര ഷേപ്പ് മാറും ചിലപ്പോൾ മതി അത് ചെയ്യുമ്പോൾ ഒരു കട കൂടി പറയല്ലേ അതും കൂടി അല്ലേ ഉള്ളൂ, അതും കൂടി പറിച്ചോ. ഇപ്പോഴത്തെ കാലത്തൊക്കെ ആർക്ക് ഇത് കുറച്ച് പണ്ട് പെങ്ങിണിശ്ശേരിയിലേക്ക് അമ്മ പോയി പൂട്ടാ വരുമ്പോ ഒരു ചാക്ക് സാധനം ഉണ്ടാവും. ഈ വക സാധനങ്ങളൊക്കെ ചേമ്പ്, ചേന, കാവത്ത്, ഇങ്ങനത്തെ ആയിരിക്കും കൂടുതല്. കൂർക്കുണ്ടാവില്ലേ? കൂർക്ക ഉണ്ടാവില്ല. കൂർക്ക ആ വശത്ത് അധികം പേര് കൂർക്ക കൃഷി ചെയ്യുന്നത് കേട്ടിട്ടില്ല. ഈ വക ഇതിങ്ങനത്തെ ഇതാണെങ്കിൽ എനിക്ക് കണ്ണിന് നേരെ കണ്ടു. ഇതാ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം അത്. അമ്മ വയ്ക്കും. പക്ഷെ എനിക്ക് പിന്നെ അത് മോര് കൂട്ടാനൊക്കെ വെച്ചപ്പോ പിന്നെ എനിക്ക് ഇഷ്ടമായിട്ട് നമ്മുടെ അമ്മയൊക്കെ വെച്ച് തുടങ്ങിയപ്പോ ഇല്ലല്ലേ കഴിഞ്ഞൂലേ? അത്ര മതി. അല്ല ഇവിടെ ഇല്ലല്ലോ, മണ്ണിന്റെ അടിയിൽ ഇനി ആ വഴിയിൽ രണ്ട് മൂന്നെണ്ണം അത് ഇനി കുറച്ച് കൂട്ടാൻ ഒറ്റടിക്ക് വെച്ചിട്ട് കാര്യം അല്ല. ഞാൻ ചോദിച്ചതാ പറിച്ചില്ലെങ്കിൽ എന്തുണ്ടാവാ? അത് അവിടെ കിടക്കും. അത് ഒരു കുഴപ്പമില്ല. ഇപ്പൊ അതൊക്കെ അല്ല എണ്ണി ചേരൻ്റെ അവിടെ അവിടെ 2-3 തടണ്ട്. അപ്പൊ ആർക്കും വേണ്ട. കാലത്തോടെ പണിയായിരുന്നു. ഇന്ന് കൊറേ ചെയ്തല്ലോ ചേട്ടൻ പണികള് രാവിലെ. പയറുകളൊക്കെ ഉഷാറായിക്കണ്ട. പയറുകളൊക്കെ ഉഷാറായി വരുന്നുണ്ട്. അല്ല അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മുടെ ചേമ്പ് വെറുതെ നിന്ന് കഴുകണ്ട കേട്ടാ. ഇതേ കഴുകാറൊന്നുമില്ലേ? കഴുകിയില്ലെങ്കിൽ ചെളിയാവില്ലേ? ഞാൻ നമ്മള് കൊള്ളിയൊക്കെ കഴുകില്ലേ? അല്ലെങ്കിൽ നന്നാക്കുമ്പോ നമ്മുടെ കൈമ ചെളി അത് ആവില്ലേ? അതാവും. പിന്നെ അത് കഴുകി കളയായിരിക്കണം. അതുണ്ടാവും. ചൊറിയോ അത്? ചില ചേമ്പ് ചൊറിയും. ഇത് ചൊറിയുന്നില്ല. ചെറു ചേമ്പ് ചൊറിയാറില്ല. ഇപ്പൊ ചേട്ടൻ നോക്കി നോക്ക് ചൊറിയുണ്ടോന്ന്. ചൊറിയുണ്ടെങ്കിൽ പിന്നെ ചേട്ടൻ മാത്രം നന്നാക്കിയാ പോരെ. നോക്കിയോട്ടെ. പേടിയാ. എനിക്ക് ഭയങ്കര സ്കിന്നിന് ഭയങ്കര സെൻസിറ്റീവ് ആയ കാരണം എനിക്ക് ഇങ്ങനത്തെ ചൊറിച്ചിലൊക്കെ വേഗം വരും. എന്തായാലും ഇത് നന്നാക്കി കൊടുത്തിട്ട് പണി എന്നിട്ട് പണി ചേട്ടൻ അവിടെ എപ്പോഴും പണിയില്ലേ? അയ്യോ മനുഷ്യന് പണി കഴിഞ്ഞ നേരില്ല. എന്തുട്ടാന്ന് ചോദിച്ചാൽ പറയും അത് ചെയ്തു ഇത് ചെയ്തു അത് ചെയ്തു ഇത് ചെയ്തു. അല്ല ഫുൾ ടൈം പണി തന്നെയാണ് ഇത്. വേണ്ട ഇത് വളരെ എളുപ്പമുള്ള പണി വേണ്ട. കൂർക്കര പോലെ ചവിട്ടാൻ പറ്റിയെന്ന് മാത്രമേ തന്നെ. ഇത് ചൊറിയിലെറി ധൈര്യമായിട്ടായിക്കോ. ഇന്നും ചൊറിയാനായിട്ട് സമ്മതിക്കില്ലേ, നമ്മൾ അവസരം കൊടുക്കില്ലേ. നമ്മുടെ അലീക്ക ഇപ്പോൾ ഇതിപ്പോൾ നമ്മളിത് കമൻറ്റ് ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞല്ലോ കമൻറ്റുകൾ വോയിസ് ഓവർ കൊടുക്കാന്ന്. അല്ല വോയിസ് ആയിട്ട് ഇടാൻ പറ്റും. 30 സെക്കൻഡിൽ താഴെയുള്ള വോയിസ് ആയിട്ട് ഇടാൻ നിങ്ങളോട് സംസാരിക്കാൻ പറ്റും ഞങ്ങൾക്ക്. അപ്പം എല്ലാവരും ഇന്നത്തെ വീഡിയോന്റെ കമന്റ്സ് നോക്കിയില്ല എല്ലാവരും തൊട്ട് പറഞ്ഞാണ് എല്ലാവരും വോയിസിൽ കേൾക്കണമെന്ന്. അതെ എനിക്ക് വെള്ളത്തിരിക്കുന്നു കേട്ടാ. നന്നാക്കി കറി ചൊറിയുണ്ടാ? ഉറപ്പല്ലേ? എനിക്ക് ചൊറിയുണ്ട്. ഞാൻ ചൊറിയിലിരുന്ന് ഒരുമാതിരിപ്പെട്ട ചൊറിച്ചിലൊന്നും ചേട്ടനെ ഏൽക്കാറില്ല. ഗ്ലൗസ് ഒക്കെ അപ്പൊ എല്ലാവർക്കും കമന്റ് അങ്ങനെ വേണം. അപ്പൊ അതിന് എന്റെ ശബ്ദമായിരിക്കും നിങ്ങൾ കേൾക്കുക. അതന്നെ. ആ കാലത്ത് കുറെ ഗുഡ് മോർണിംഗുകാർക്കൊക്കെ ചേട്ടന് ഗുഡ് മോർണിംഗ് തിരിച്ചു പറയായിരുന്നില്ലേ? അവർക്കൊക്കെ ചേട്ടനാട്ടാ ഗുഡ് മോർണിംഗ് ഇടാറ്. തിരിച്ച് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഈ വാട്സപ്പിലൊക്കെ ബിസിനസ് അക്കൗണ്ട് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും അവർക്ക് മെസ്സേജ് ഇടുമ്പോൾ അവര് തിരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് ആക്കി വെച്ചേക്കുന്ന സാധനങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരില്ലോ. നിങ്ങൾ ഇതാക്കിയതിന് നന്ദി, എന്ത് സഹായമാണ് ഞങ്ങളുടെ വേണ്ടത്, അതും ഇതൊക്കെ ചോദിച്ചിട്ട് തന്നെ വരില്ലോ. അതുപോലെ തന്നെ നമ്മൾ ഈ ഗുഡ് മോർണിംഗ് ആക്കി വെച്ചേക്കാന്നാണ് ചിലരുടെ വിചാരം. അങ്ങനെ പറ്റില്ല. നമ്മൾ ടൈപ്പ് ചെയ്യണതിന്റെ അല്ലാണ്ട് നമ്മള് ഗുഡ് മോർണിംഗ് തന്നെ വരണമെന്നല്ല. നന്നാക്കട്ടെ. അപ്പൊ ഞാൻ നീ നന്നായിക്കോ. എനിക്ക് ചോദിച്ചിട്ടില്ലല്ലോ ഇതുവരെ. ചോദിച്ചില്ലേ ഇതുവരെ? വളരെ ശരിയാണ്. നന്നാക്കി നനഞ്ഞ കാരണം കൊണ്ട് നനഞ്ഞിട്ട് ഈ നന്നാക്കുമ്പോൾ ചൊറിയണത് ചേനയാണ്. ചേമ്പോ അതെ ചേന അതെ. ഇത് കഷ്ണങ്ങളാക്കണമെങ്കിൽ പിന്നെ കഷ്ണങ്ങളാക്കാട്ടോ. അവിയിലേക്കൊക്കെ കഷ്ണം നോക്കുമ്പോ ചേന മാത്രം ഞാൻ അരിയാറില്ല പണ്ടേ തൊട്ട്. ഇതില് നെയ്യുള്ള ചാളിയില്ലേ സരിത? നെയ്യുള്ള ചാളിയും ചേമ്പും കൂട്ടി വയ്ക്കും. കൂർക്കിട്ട് വെക്കണ മാതിരി. കൂർക്കിട്ട് വെക്കണ പോലെ ഈ സമയത്ത് തന്നെ വയ്ക്കുക. നെയ്യുള്ള ചാള അത് നല്ലൊരു ടേസ്റ്റുള്ളൊരു സാധനമാണ്. അപ്പോൾ ചാളയുടെ ഇടയിൽ ഒരു കുടല് പോലത്തെ സാധനം ഉണ്ടാവില്ലേ, ഒരു മുറുക്കുള്ളത്, ഒരു മറ്റേ ഈ നെയ്യല്ലേ? നെയ്യ് ചാളര ഉള്ളിൽ നമ്മുടെ എന്തൊക്കെ പോലെ തോന്നിക്കേ
അല്ല ആ സാധനമൊക്കെ അമ്മി ഇടുന്നില്ലേ ചാളയില് അപ്പൊ അത് ഇടയ്ക്ക് ഇങ്ങനെ കുടല് പോലെ ആ സാധനം കിട്ടും. എന്താ ഭയങ്കര നല്ല വീതി കൂടി ചാളയായിരിക്കും കേട്ടാ. വീതി കൂടി തടീനായിട്ടുള്ള ചാളയെ കിട്ടണം. എൻ്റെ വീട്ടിൽ വെക്കുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ കൂർക്കയില അല്ലെങ്കിൽ കൊള്ളിയും ചാളയും അങ്ങനെയൊക്കെ ആയാലും ഒക്കെ വേറെ വെക്കുക. സാധാരണ പോലെ കൊള്ളി വെക്കും, സാധാരണ പോലെ ചാള കൂട്ടാനും വെക്കും. എന്നിട്ട് രണ്ടും കൊണ്ടുവന്നേക്കും, വേറൊരു പാത്രം വയ്ക്കും, കൊള്ളി കൂട്ടാൻ ഇതിൽ നിന്നിടും, മീൻ കൂട്ടാൻ ഇതിൽ നിന്ന് ഒഴിക്കും, മിക്സ് ചെയ്യും, കഴിക്കും. എന്താ കാര്യം അങ്ങനെയാ അതുകൊണ്ട് കാര്യമില്ല. അല്ലാണ്ട് ഇത് രണ്ടും കൂട്ടിച്ചേർത്ത് വെക്കണത് ഞാൻ ഇവിടെ വന്നിട്ടാ കണ്ടേ. നെയ്ച്ചാള കിട്ടാലേ ചാള ഞാൻ തപ്പി എല്ലാ ദിവസവും പോവും. നെയ്ച്ചാളയുടെ ടൈമാണോ ഇതിപ്പോ? ആ ഒക്കെ ചുക്കിരി കുറച്ച് ചാള എവിടെ നിന്ന് തന്നെ കഴിക്കുന്നത്. ഈ ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല, ഈ വക സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വിലയായി. എല്ലാ പച്ചക്കറികളൊക്കെ വിലയായി. ചേന നമ്മളെവിടെ പോയപ്പോഴാ കൊറേ ഇങ്ങനത്തെ ചേമ്പൊക്കെ കൂട്ടിട്ട് ചേന ചേമ്പ്. നമ്മൾ പോയത് പത്തനംതിട്ടയ്ക്ക് പോകുമ്പോൾ എല്ലാ റോഡിൻ്റെ എല്ലാ അവിടുത്തെ ഈ പച്ചക്കറി പിടിയല്ലേ അവിടെയൊക്കെ ഈ വക ചേമ്പ്, കൊള്ളി, കപ്പ എല്ലാം ഇങ്ങനത്തെ സാധനങ്ങൾ കാവത്തൊക്കെ ഉണ്ട്. ഭൂമിയുടെ അടിയിലുണ്ടാവണ സാധനങ്ങൾ അവിടെ ഭൂകാണ്ഡങ്ങൾ എന്ന് പറയും അല്ലേ നമ്മൾ പഠിക്കുമ്പോ. അത് കൂടുതലായിട്ട് അവര് ഉപയോഗിക്കായിരിക്കും അല്ലേ. ഇനി കുറച്ചാൾ കഴിഞ്ഞാൽ ഈ ചേമ്പൊക്കെ ഇല്ലേ ഇതൊക്കെ കൂട്ടാൻ വയ്ക്കാനായിട്ട് ആളുകൾ അധികം താല്പര്യപ്പെടില്ല. ഇതിനെയൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്യുക, മറ്റേ അരിഞ്ഞ് ചിപ്സ് വറക്കുക. ഇതൊക്കെ കൂട്ടാൻ വെക്കാൻ പറ്റും എന്ന് പോലും അറിയില്ല ഇനി തലമുറകൾക്ക്. അവർക്കിത് നമ്മൾ പറഞ്ഞു കൊടുക്കാന്ന് നോക്കിയാൽ അവർ ശ്രദ്ധിക്കണമെന്നില്ലല്ലോ. അല്ല ഇതൊക്കെ ചിപ്സുകളായിട്ട് വരുന്നത്. ഇതിനൊക്കെ വില ചെയ്തുണ്ട് 90 രൂപ 100 രൂപയ്ക്കിന് ഈ മധുരച്ചേമ്പിന് മനസ്സിലായ 1 കിലോയ്ക്ക് ആളുകൾ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ നല്ല വില കിട്ടി തുടങ്ങി മനസ്സിലായ. അപ്പോൾ അതൊക്കെ ചിപ്സ് ആക്കണം. ഇപ്പോൾ മറ്റു വെറുതെ പുഴുങ്ങി തിന്നുക എന്നുള്ളൊരു രീതി മാത്രമല്ല ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിനെയൊക്കെ വേറെ എന്താ പറയുക ഓരോരോ പ്രോഡക്റ്റുകളായിട്ട് ഇറക്കണം ഇപ്പോൾ എല്ലാ സാധനങ്ങളും. അപ്പോൾ അതിനൊക്കെ വില കിട്ടി തുടങ്ങിയത്. ആദ്യം അങ്ങനെ ഇല്ലല്ലോ. ആദ്യം ഇത് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതന്നെ. അയ്യോ അവിടെ തന്നിട്ടുള്ള മറ്റേ വാട്ടക്കപ്പ ഇരിക്കുന്നുണ്ട് കേട്ടാ. അതൊരു ദിവസം മൊത്തം വെള്ളത്തിൽ കുതിർത്തിട്ട് പിന്നെ പോത്തിറച്ചി കൂട്ടി വയ്ക്കാനല്ലേ പറഞ്ഞ പോത്തിറച്ചി കൂട്ടിയിട്ടാണോ? അല്ലാണ്ട് അത് അവിടെ ഉണ്ടാക്കിയില്ലേ? അവിടെ ഉണ്ടാക്കിയ പോലത്തെ ഒരു വട്ടം ഉണ്ടാക്കിയതല്ല. നീ പോത്തിറച്ചി കൂട്ടി വയ്ക്കും. അല്ല നമ്മളോട് വീട്ടിൽ പോയിട്ട് അങ്ങനത്തെ ഉണ്ടാക്കി കഴിച്ചോളാൻ പറഞ്ഞിട്ട് തന്നയച്ചിട്ടുള്ളതാ. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കാം. അതന്നെ ഉണ്ടാക്കണമെന്നില്ലേ? ഇല്ല, പോത്തിറച്ചി കൂട്ടിട്ട് വെക്കൂലേ? അത് വെക്കും. വാട്ടക്കപ്പയും ജയന്തിച്ചോട് ചോദിച്ചോക്കാം. ജയന്തിച്ചി അങ്ങനത്തെ സാധനങ്ങളൊക്കെ അറിയാം. അല്ല അത് യൂട്യൂബിൽ നോക്കി കാണും. ഈ കോട്ടയംകാരും ഇടുക്കിക്കാരും ഒക്കെ അവിടുത്തെ അച്ചായന്മാരും അവരൊക്കെ ഇല്ലേ ഹൈ റേഞ്ച്, അവരൊക്കെ ഇങ്ങനത്തെ ഈ വാട്ടക്കപ്പയൊക്കെ ഇങ്ങനെ കഴിക്കുന്നതല്ലേ, ഇങ്ങനെ ഇറച്ചി. ഇത് നന്നാക്കുമ്പോൾ ഇതിൻ്റെ കൈ വേഗം കളിക്കും. തേങ്ങ ഫുള്ള് ഇതിനെ പെട്ടടിക്കണമല്ലോ. കൂർക്കയാകുമ്പോൾ നമ്മൾ ചവിട്ടി അതിൻ്റെ ഒരു വിധം നമുക്ക് കളഞ്ഞിട്ട് അവിടെ എവിടെയും കളയാനുണ്ടാവുള്ളൂ. ഇത് അങ്ങനെയല്ല. പിന്നെ അധികമൊന്നും വേണ്ട, ഒക്കെ വേണ്ട. സുജിത അവിടെ മിറ്റടിക്കുന്നുണ്ട്. സുജിതയ്ക്ക് ചോറ് കൊടുക്കണം. കണ്ട നമ്മളെ ഇത് ചേമ്പ് ഇങ്ങനെ ആക്കി എൻ്റെ കയ്യിൽ നിന്ന് ചൊറിയില്ലടാ. ഇത് വലിയ കഷ്ണങ്ങളൊക്കെ നമുക്ക് ഇല്ല നടുമുറിക്കാം. കണ്ട ഇതൊക്കെ വലുതുകളെയൊക്കെ നടുമുറിച്ച് ഒന്ന് ചെറുതാക്കാം നമുക്ക്. കൈ വിരലുമ്പോ മുള്ളു കുത്തി കയറണ പോലെ. അതെ, ഇനിയിപ്പോ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. ഞാൻ വെളിച്ചെണ്ണ പറ്റിയാൽ മതി. ഞാൻ പണ്ടത്തെ അമ്മമാരിക്കുന്ന പോലെ ഇരിക്കുന്നത്. പട്ടികളോടാവും, ചാലിലോടാവും. കംപ്ലീറ്റ് കഷ്ണങ്ങളാക്കി ഇനി ഇത് കഴുകി നന്നായി കഴുകിയെടുക്കാം. എനിക്ക് ഈ പച്ചക്കറി കൂട്ടാനുകളില്ലേ, ഇതൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലേബല്ലേ പറയും. പച്ചക്കറി കൂട്ടാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവള് പച്ചക്കറി പറയും. എനിക്ക് പറ്റില്ല ഈ മാങ്ങാത്തൊലി സാധനം എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിലും. അപ്പം എന്നാലും ഞാൻ മറുപടി ഇട്ട് കൊടുത്തു. നീ ഒരു ദിവസം ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ മാങ്ങാത്തൊലി കൊണ്ട് കൂട്ടാൻ വെച്ചിട്ട് അത് ഇരുത്തി മുഴുവൻ തീറ്റിച്ചിട്ട് വിടുന്നു എന്ന് പറഞ്ഞു. ഇത് വരട്ടെ മാങ്ങാത്തൊലി കൂട്ടാനേ. ഇന്നലെ അത് കാരണം മാങ്ങാത്തൊലി വെച്ചിട്ടുള്ള വലിയൊരു റെസിപ്പി ഇട്ടിട്ടുണ്ട്. അയ്യോ മാങ്ങാത്തൊലി ഉണ്ടാ? അയ്യോ ഭയങ്കര റെസിപ്പി. അത് വായിക്കാട്ടപ്പോ. മാങ്ങാത്തൊലി ഉണ്ടല്ലേ. അപ്പൊ അത് തന്നെയാണ് 3 കൊല്ലം കഴിഞ്ഞിട്ടല്ലേ ഇടുള്ളൂ നമ്മള്. അതായത് കണ്ടമാനം പേര് നമുക്ക് റെസിപ്പികൾ അയച്ചു തരുന്നുണ്ടല്ലോ നല്ലപോലെ കഴുകിട്ടാ.
അപ്പം നമുക്ക് അത് ഇടാൻ ചിലപ്പോൾ കുറേ നാൾ കഴിയുമ്പോഴാവും ഇതാക്കാം. അതുകൊണ്ടാണ് കേട്ടാ. അടിപൊളിയായിട്ടാ വേണ്ട. ഇതിലേക്ക് ചട്ടിയിലേക്ക് ഇട്ടു. മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഉപ്പ്, പച്ചമുളക്, വേപ്പില, വെള്ളമൊഴിക്കുന്നു. തീ കത്തിച്ചു. സാധനം പ്രത്യേകിച്ച് മൂടി വേവട്ടെ. ഇത്തിരി പൊടി ഉപ്പാണ് കേട്ടാ കയ്യിൽ. ഇത് നമ്മുടെ ഇരുമ്പം പൊടിയാണ്. കൂട്ടി തിന്നാൻ പോണേ. ഇത് ഇരുമ്പം പൊടി പൊട്ടിച്ചിട്ടുണ്ട്. ഇപ്പോഴുള്ളവർക്കൊക്കെ ഇത് ചെയ്യുമെന്ന് അറിയില്ല. ചിലർ പണ്ട് ഇത്തിരി മുളക് പൊടിയും കൂടി കൂട്ടിയിട്ട് തിന്നും. സരിതാ ഉപ്പ് ഇത് കൂട്ടിയിട്ട് നോക്കിയേ കേട്ടാ. ഉപ്പിൽ മുക്കി മുക്കും. മുളക് പൊടി ഇത്തിരി കുഴപ്പമില്ലേ? മുളക് പൊടി കാണുന്നവരെ വായിൽ വെള്ളം വരാൻ വേണ്ടി. എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്, പക്ഷെ എനിക്കിത് തിന്നാൻ തോന്നണില്ല. അമ്മോ, മാങ്ങ എനിക്കിഷ്ടമാണ് തിന്നാനായിട്ട്, ഉപ്പ് കൂട്ടി തിന്നാൻ. പക്ഷെ ഇരിപ്പോൾ എനിക്കിഷ്ടമല്ലേ. നിങ്ങളിങ്ങനെ കഴിച്ചിട്ടുണ്ടോ? സരിതി ഒരു കമന്റ് തപ്പ തലേബിന്റെ കമന്റ് തപ്പ മാങ്ങത്തൊലി എങ്ങനെ കൂട്ടാൻ വെക്കാം? അയ്യോ അത് അങ്ങനെയല്ല. ആണല്ലേ? അല്ലേ? അല്ല ഞാൻ നോക്കിയില്ലടാ. ഞാൻ കുറച്ച് കണ്ടല്ലോ. ഞാൻ നേരം കിട്ടിയില്ല. പോയാ ഇല്ലേ? കാണാല്ലേ? ഉണ്ടാവും. തപ്പി പിടിച്ചെടുക്കണ്ട, കുറെ കമന്റ്സ് ഇല്ലേ. ചിലത് ഓട്ടോമാറ്റിക്കായിട്ട് സ്പാമിലേക്ക് പോകും. ആ എന്നാ ചരിത്ര പ്രസിദ്ധമായ ഒരു കമന്റാണ് വായിക്കാൻ പോട്ടാ. തലേബ് റോയ് പ്രണത: ഞാനൊരു റെസിപ്പി പറയാം, ഉണ്ടാക്കുമോ? പക്ഷെ 3 കൊല്ലം ഒന്നും ഞാൻ വെയിറ്റ് ചെയ്യൂല, വേഗം ഉണ്ടാക്കണം. എന്നാ തുടങ്ങിയാലോ? വാലില്ലാത്തവനും വാല് മുളയ്ക്കും എന്നു പറയുന്ന പോലെ രുചിയില്ലാത്ത ചുരയ്ക്കയ്ക്ക് മാങ്ങാത്തൊലി കൂട്ടിന് വന്നാൽ എന്നാ ആകും സ്ഥിതി? അതാണ് നമ്മുടെ റെസിപ്പി. മാങ്ങാത്തൊലി ചുരയ്ക്ക ഒളിച്ചുകളി കറി. എന്താണ് ഒളിച്ചുകളി? ഒളിച്ചുകറീനെ കളിയാക്കണത് മൊത്തം പാരഡിയാണ്. എന്താണ് ഇതിന്റെ ഗുണം? ചുരയ്ക്കയ്ക്ക് സ്വന്തമായി രുചിയില്ലാത്തത് കൊണ്ട് അത് മാങ്ങാത്തൊലിയുടെ രുചി വലിച്ചെടുക്കും. ഫലത്തിൽ ചുരയ്ക്ക തിന്നാലും മാങ്ങാത്തൊലി തിന്നുന്ന ഫീൽ കിട്ടും. മാങ്ങാത്തൊലി ചുരയ്ക്ക വെള്ളം കറി. ആമുഖം. ഒരു ഇൻട്രോ ഉണ്ട് ഇതിന്. വീട്ടിൽ ചുരയ്ക്ക ഇരിക്കുന്നു, ആർക്കും വേണ്ടാതെ. പുറത്ത് മാങ്ങാത്തൊലി കിടക്കുന്നു, അതും ആർക്കും വേണ്ടാതെ. ഈ 2 അനാഥരെ തമ്മിൽ ഒന്നിപ്പിക്കുന്ന ഒരു ജീവകാരുണ്യ പ്രവൃത്തിയാണ് ഈ കറി. വെയിറ്റ് കുറയ്ക്കാൻ, അതായത് പട്ടിണി കിടന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇത് ബെസ്റ്റാണ്. വേണ്ട ആയുധങ്ങൾ, അതായത് ഇൻഗ്രീഡിയൻസ്: 1 ചുരയ്ക്ക. ആരെങ്കിലും പറയണ്ടപ്പോ ഇത് കഷ്ടപ്പെട്ട് തിന്നത് അത്ര നല്ലോന്നില്ല ശരീരത്തിന്. കിഡ്നിക്കൊക്കെ ഭയങ്കര ഇതാ. പോയി വെള്ളം കുടിച്ചൊത്തിരിയാണെങ്കിൽ ചുരയ്ക്ക പാതി തൊലി കളഞ്ഞ് ചതുരത്തിൽ അരിയുക. ഇത് മംഗ്ലീഷിലാട്ട് എഴുതിക്കണം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്ലോവിൽ വായിക്കുന്നത്. ഉള്ളിലെ സ്പോഞ്ച് കളയണം, അല്ലെങ്കിൽ കറി മൊത്തം പഞ്ഞി പോലെ ഇരിക്കും. 2ാമത്തെ ഇൻഗ്രീഡിയൻറ്റ് മാങ്ങാത്തൊലി 1 കപ്പ്. ചുരയ്ക്കയുടെ അതേ സൈസിൽ അരിയണം, എങ്കിലേ ആളെ പറ്റിക്കാൻ പറ്റൂ. പച്ചമുളക് 5-6 എണ്ണം. എരിവ് കൂട്ടി ചുരയ്ക്കയുടെ നിശബ്ദത മറികടക്കാൻ. പിന്നെ 4 തേങ്ങാപ്പാൽ 1 കപ്പ്. കറിക്ക് ഒരു VIP പരിവേഷം കിട്ടാൻ. 5 വെളിച്ചെണ്ണ, കടുക്, കറിവേപ്പില. സ്ഥിരം കലാപരിപാടികൾക്ക്, അതായത് ഇനി ലാസ്റ്റ് കാച്ചിൽ പിടിക്കലൊക്കെ ഉണ്ടല്ലോ, അതിന് തയ്യാറാക്കുന്ന വിധം. 1 അരിയൽ, കൺഫ്യൂഷൻ ടാക്റ്റിക്.
ചുരക്കയും മാങ്ങാത്തൊലിയും ഒരേ വലിപ്പത്തിൽ അരിയുക. ഇത് രണ്ടും കറിയിൽ കിടക്കുമ്പോൾ ഏതാണ് ചുരക്ക ഏതാണ് തൊലി എന്ന് തിരിച്ചറിയാൻ പാടില്ല. അതാണ് നമ്മുടെ വിജയം. 2. വേവിക്കൽ. ഒരു മൺചട്ടിയിൽ ചുരക്കയും മാങ്ങാത്തൊലിയും പച്ചമുളകും ഉപ്പും ഇടുക. വെള്ളം ഒഴിക്കരുത്. ചുരക്ക ചൂടാകുമ്പോൾ തന്നെ കരഞ്ഞ് വെള്ളം ഇറങ്ങിക്കോളും. ആ വെള്ളത്തിൽ കിടന്ന് മാങ്ങാത്തൊലി വേവണം. 3. കാത്തിരിപ്പ്. ചുരക്ക പെട്ടെന്ന് വെന്ത് അലിഞ്ഞു പോകും. പക്ഷെ മാങ്ങാത്തൊലി അപ്പോഴും കല്ല് പോലെ കിടക്കും. അത് വകവയ്ക്കണ്ട. 4. മേക്കപ്പ് ഇടൽ. വെള്ളം വറ്റി വരുമ്പോൾ ഇനി വറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. അതിലേക്ക് കട്ടി തേങ്ങാപ്പാൽ ഒഴിക്കുക. തിളപ്പിക്കരുത്. ചുരക്ക പിണങ്ങി പിരിഞ്ഞു പോകും. ചൂടായാൽ മതി. 5. താളിക്കൽ. വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും മൂപ്പിച്ച് ഇതിലേക്ക് ഒഴിക്കുക. വിളമ്പുമ്പോൾ പറയണ്ട നുണകൾ. ചോറിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കുക. ആരെങ്കിലും ഇതെന്താ കുമ്പളങ്ങ ഓലൻ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇത് സമ്മർ സ്പെഷ്യൽ സ്ക്വാഷ് സ്റ്റ്യൂ ആണ് എന്ന് പറയണം. അവർ കറി വായിൽ വെക്കുമ്പോൾ ഒരു കഷ്ണം അലിഞ്ഞു പോവുകയും, അതായത് ചുരയ്ക്ക, അടുത്ത കഷ്ണം റബ്ബർ പോലെ വലിയുകയും മാങ്ങാത്തൊലി ചെയ്യും. ഈ അത്ഭുതത്തെക്കുറിച്ച് ചോദിച്ചാൽ പറയണം, അതാണ് ഈ ഡിഷിൻ ടെക്സ്ചർ. വായയ്ക്ക് ഒരു എക്സസൈസ് ആകട്ടെ എന്ന് കരുതി ഉണ്ടാക്കിയതാണ്. മുന്നറിയിപ്പ്. ഇത് കുടിച്ചാൽ ഇടയ്ക്കിടെ ബാത്റൂമിൽ പോകേണ്ടി വരും. ചുരക്കയുടെ ഗുണം. അപ്പോൾ ശരീരത്തിലെ വിഷം പോകുന്നു എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുക. മനസ്സിലായില്ലേ? പിന്നെയും പ്രശ്നമാണേൽ പഴി മുഴുവൻ ചുരക്കയുടെ തലയിൽ ഇടുക. പാവം മാങ്ങാത്തൊലിയെ രക്ഷിക്കുക. ഞാൻ പോണു. ഒക്കെ എത്തിനെയും കാത്തോളനെ പൂപ്പൂ. എല്ലാവരും മാങ്ങാത്തൊലി മാങ്ങരതൊലിയും ചുരക്കിയ കഷ്ണം ഇങ്ങനെ ഇതതിന് വെറുതെ വായത്തോന്ന് എഴുതി വെച്ചാണ്. അല്ല, ഞാനത് വെറുതെ തമാശക്ക് അതിന്റെ ഒരു കൂട്ടാനായിട്ട് ഇങ്ങനെ സങ്കല്പിച്ചപ്പോൾ ഇതുപോലത്തെ കമന്റ് ഒക്കെ വേറെ ചാനലുകളിൽ ആൾക്കാർ ഇടാറുണ്ടാവും. നന്നായി തിളക്കുന്നുണ്ട്. വേവണം. വേവും പിന്നെ വേവാണ്ട് പിന്നെ അല്ല, വെന്തിട്ട് അരപ്പ് ചേർക്കാൻ പറ്റുള്ളൂ. കുറച്ച് സമയമായി. അപ്പൊ നമ്മൾ ഇതിന്റെ ഇടയിൽ നോക്കി. അപ്പൊ ഉപ്പ് ഇത്തിരി കുറവുണ്ടായിരുന്നു. വെന്തു. എന്തായാലും ഇനി അരപ്പ് ചേർക്കണ്ടതല്ലേ. വെന്തുണ്ട്. ഇനി ഒരു അരപ്പ് ഉണ്ടാക്കണം. അരപ്പ് ഞാൻ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നാളികേരവും തൈരും പച്ചമുളകും ജീരകവും കൂടിയിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു മുറി നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളക്, ഇത്രയ്ക്ക് ജീരകം, കുറച്ചുകൂടി അല്ല ജീരകം, പിന്നെ തൈര്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരാ. നല്ല പുളിയാണ് കേട്ടാ. പുളി നോക്കിയിട്ട് ചേർക്കാം. എല്ലാം കൂടി അരക്കാട്ടാ. ഇത് അരച്ചു കൊണ്ടുവന്നത് കേട്ടാ. ഒഴിക്കാൻ പോവാണ്. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ, അത്യാവശ്യം നന്നായി തിളച്ച കാച്ചാം. നന്നായി തള വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് ഇറക്കാം. ഇനി കാച്ചാട്ടാ. കാച്ചണതിന് മുന്നേ പപ്പടം കാച്ചണം അല്ലേ? പപ്പടം കാച്ചിട്ട് കൂട്ടാൻ കാച്ചാം. പപ്പടം കാച്ചാൻ വെളിച്ചെണ്ണ ഒഴിക്കണം. പപ്പടം കാച്ചൽ കഴിഞ്ഞു. ഞാൻ ഒരു പപ്പടം എടുക്കുന്നുണ്ട്. ആ വെളിച്ചെണ്ണയിൽ കാച്ചാൻ പോ കൂട്ടാൻ. കടുക്. നിർഭാഗ്യമെന്ന് പറയട്ടെ, കടുക് കഴിഞ്ഞു ചേട്ടാ. വേപ്പിലെടുത്തു. മുളകിട്ടു. ഇതില് വേറെ വല്ലതും ഉണ്ടാ? വെടിമരുന്നൊന്നും ചേർത്തിട്ടില്ലല്ലോ. ഒരു പൊട്ടിത്തെറിയും ബഹളൊക്കെ. ഓക്കെ, കഴിഞ്ഞ പരിപാടി. ചോറെടുത്തിട്ട് വരട്ടെ. പണിയാൻ പോണ ഞാൻ പിന്നെ ഇവിടെ നിന്ന് മാത്രം. ഓ, ഇനിയിപ്പോ ചേട്ടി ഉച്ച നേരത്ത് പണിയാൻ പോലെ. പപ്പടം നിന്നിരിക്കാൻ നല്ല രസാ.
ആ സുജിത ഉണ്ട്, സുജിതക്ക് ചോറ് കൊടുത്തിട്ടില്ല. വലിയ സ്പെഷ്യൽ ഒന്നും അല്ല കേട്ടാ സുജിത. ചേമ്പല്ലേ? ആ ചേമ്പും മോരും. ചെറു ചേമ്പിന് കേട്ടാ. സുജിതക്ക് ചോറ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇരുന്നിട്ട്. സുജിത ഇവിടെ നിന്ന് ചോറ് പപ്പടം എടുത്തോട്ടെ കൂട്ടാൻ. നീ എനിക്ക് ചോറ് എടുക്കുന്നുണ്ട്. ചിലപ്പോ ചോറില് ഉപ്പ് വേണ്ടി വരും കേട്ടാ സുജിത, പറഞ്ഞാ മതി ഉപ്പിട്ടരാം. ചേട്ടന് ചോറിലേക്ക് ഒഴിക്കാൻ പോവാ. ആ ചോറിൻ്റെ മുന്നിൽ ഇത് കൂട്ടാൻ ഒഴിച്ചോ മതിയാ. ആദ്യമേ പണ്ട് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലേ ഈ കൂട്ടാൻ വെച്ചിട്ടുണ്ടാവും. അപ്പം അമ്മ അറിയാണ്ട് സൂത്രത്തിൽ എനിക്ക് ഇതിലത്തെ ഈ ചേമ്പ് കൂട്ടലത്തെ കഷ്ണങ്ങളില്ലേ, ഇത് ഭയങ്കര ഇഷ്ടമാണ്. ആ അത് മുഴുവൻ പറക്കുന്നതിന് അവസാനം ഒരു വെള്ളം മാത്രമായിരിക്കും, ബാക്കിയുള്ളവർക്കൊന്നും കിട്ടില്ല. ആ ചേട്ടൻ പോയിട്ട് അടുക്കള പോയിട്ട് എടുക്കുന്നത് ഭയങ്കര ഇഷ്ടം എനിക്ക് ഈ സാധനം, ഈ ചേമ്പ്. ഇതാണ് ചേട്ടൻ്റെ ഒരു കുഴപ്പം. ചേട്ടൻ ഇഷ്ടമുള്ള സാധനമാണോ വീട്ടിൽ ബാക്കി ആർക്കെങ്കിലും വേണോ വേണ്ടതൊന്നും ചേട്ടൻ ചിന്തിക്കില്ല. അത് ഇങ്ങനെ ആൾക്ക് മതിയാവണം അവരെ കഴിച്ചുകൊണ്ടിരിക്കും. അത് എന്നിട്ട് അമ്മ പറയും അത് വലുതായി ഇത്രയും വളർന്നിട്ടും ആ ശീലത്തിനൊരു മാറ്റമില്ല. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്തോരം വലിപ്പുണ്ട്. വലിപ്പല്ല പറഞ്ഞിട്ട് എന്നിട്ട് കാര്യം ബാക്കിയുള്ളവർക്ക് തിന്നാൻ കിട്ടണ്ടേ. ചേട്ടൻ വലിപ്പം വെച്ചോ വെച്ചില്ല. ചേട്ടൻ ഇഷ്ടമുള്ള സാധനം ചേട്ടൻ എന്തുകൊണ്ട് ചെയ്ത് സ്വയം തീരുമാനിക്കും. ഇത് വേറെ ആരും കഴിക്കില്ല, ഇത് ഇവിടെ ഇരുന്നാ നാശമായി പോവുള്ളൂ. അപ്പൊ അത് ഞാനിത് അവസാനിപ്പിച്ചു. എന്തൊട്ട കൂട്ടാൻ മാത്രല്ല പപ്പടം കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു പറക്കൊട്ട ചോറിനും. ചേമ്പൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ? ചേമ്പിന്റെ ആ വഴുവഴുപ്പാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത. ആ ചിലർക്ക് അത് ഇഷ്ടമില്ല. അതെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അങ്ങനത്തെ മോര് കൂട്ടാൻ വയ്ക്കുമ്പോ അതിന്റെ ചാറ് മാത്രം എടുക്കും. ഇല്ലേ കരകരപ്പുണ്ടാ? ഒരു കട്ടി പോലെ ചിലതാണ് നല്ല. അത് ചിലത് ഇങ്ങനെ തൊടുമ്പോഴേക്ക് ഇങ്ങനെ ഇതായി വരുന്നുണ്ട്. ഓ അങ്ങനത്തെ ഉണ്ടല്ലേ? എനിക്ക് വന്നിട്ടില്ല ഇതുവരെ കിട്ടിയിട്ടില്ല അങ്ങനത്തെ. ഇതുവരെ വളരെ ശരിയാണ്. എന്തായാലും അടിപൊളി കൂട്ടാട്ടാ. നമ്മള് ചേമ്പ് വാങ്ങിക്കാൻ കിട്ടും. ചേമ്പിലൊന്നും വിഷാംശം ഉണ്ടാവില്ല, മായ ഉണ്ടാവില്ല, മരുന്നുകളും ചേർക്കില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മരുന്നുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളം, ഇംഗ്ലീഷ് വളം, അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വെറുതെ ചാണം മാത്രം വെച്ച് കൊടുത്തിട്ട് ഇങ്ങോട്ട് പോന്നാൽ മതി. ഈ സാധനം നമ്മളിപ്പോൾ ഒന്നും ചെയ്യേണ്ട കാണില്ലേ. ഒരു കടയ്ക്കണ്ടായിട്ടാ ആളിത് ഇത്രയുള്ള വലിപ്പം ഇവിടെ കടയ്ക്കണ്ട ഇഷ്ടം പോലെയില്ലേ. അപ്പോൾ അതുപോലെ ഇപ്പോൾ അല്ലാണ്ട് അവിടെയും ചെറുണ്ട അവിടെയൊക്കെ ഇഷ്ടം പോലെ പറിക്കാണ്ട്. അപ്പോൾ ചേമ്പ് വഴിവെക്കില് പച്ചക്കറി കടയിൽ അല്ലിഞ്ചേട്ടൻ്റെ അവിടെ നിന്നാള് പറിച്ചിട്ട് കുറേ പറിച്ചിട്ട് രാജലക്ഷ്മി ചേച്ചി കൊണ്ടുപോയില്ലേ അബുദാബിയിലേക്ക്. എന്നിട്ട് അവിടെ ചെന്നിട്ട് നോക്കിയപ്പോ അതിൽ പുഴുന്ന്. അതിൽ പുഴുവാ? ആ ഇതിലൊക്കെ പുഴു വരും അല്ലേ ചെറു ചേമ്പില്? അങ്ങനെയും ഉണ്ടാവാം. നമ്മളൊന്നും വരില്ല. അപ്പോൾ ഈ ചേടായി പോലെ ഉള്ളതെല്ലാം കിട്ടി. 2-3 വട്ടം കൂടി കൂട്ടാൻ വയ്ക്കാനുണ്ട് അതിൽ. അപ്പോൾ ഇഷ്ടം പോലെ. അപ്പോൾ അടിപൊളി സാധനമാണ്. ഈ സമയത്താണ് ഇത് കിട്ടുക ശരിക്കും. കറക്റ്റ് പാകമാണ് ഈ സമയത്ത് കിട്ടുക. അപ്പം നിങ്ങൾ വെച്ചോ അടിപൊളി. നിനക്ക് ഇഷ്ടമായ ഇന്ന് നമ്മുടെ ഇമ്രാനും ചാർലിക്കും സ്പെഷ്യൽ. അത് ഇമ്രാൻ അവിടെ എടുക്കണണ്ട ചോറ് ചേമ്പ് കൂട്ടാൻ കൂടി ഇരുന്ന് കൊടുക്കുന്നത്. അതെ അവർക്ക് മോര് തന്നെ ഒഴിച്ചു കൊടുക്കണത് ഇഷ്ടം. അടിപൊളിയായിട്ട് തിന്നും. ഇമ്രാനൊക്കെ മുതിരയൊക്കെ കൂട്ടി ചോറ് അടിക്കാനാണ് എന്ത് ഇഷ്ടം അറിയോ. ഇമ്രാൻ വയോ വയോ അവിടെ കേൾക്കണണ്ട വയോ മാമുവാണോ മാമു? അതെ എൻ്റെ മാമു എന്ന് പറയുമ്പോൾ എൻ്റെ ഒന്നു ഞാൻ എന്തോ ഇങ്ങനത്തെ ഒരു വാക്ക് കേട്ടില്ലോ. ഇങ്ങോട്ട് വാ, ഇപ്പുറത്തീ വാ, ഇപ്പുറത്തീ വായോ, ഇങ്ങോട്ട് വാ. വലിയ സ്മെല്ലൊന്നും ഇല്ല. ആ അതാണ്, അല്ലെങ്കിൽ ഇവിടെ കിടക്കും ആള്. അടിപൊളി.